ഹലോ. അപ്പോൾ ഞാനേ ഇന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആദ്യം കാണിച്ചു തരാം. കുറച്ചാൾ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അത് ഓടി ഓടി കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്നപ്പോഴേക്കും എനിക്കതിനെപ്പറ്റി ഒരു കാര്യം പറയണം എന്ന് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടാ. സാറേ, ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പുക, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി നമ്മുടെ പേരെന്തോ ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ്, പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ പാടിയ കുട്ടി ഏതാ? നിങ്ങൾ പറഞ്ഞു നമ്മുടെ നാട്ടുകാരാണ്, നമ്മൾ അറിയാത്തൊരു നാട്ടുകാരാണ് ഇത്. പറഞ്ഞു നമ്മൾ ആരും അറിയാത്തൊരു നാട്ടുകാരാണ് ഈ പാട്ട് പാടിയത്. ക്ലബ്ബുകാരുടെ ഒരു പറഞ്ഞു. ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക്, സമാന്റെ കേക്ക്, ഇതിന് പ്രതിവിധി ഉണ്ടല്ലോ. ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ എന്നെ കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ദാണ്ടെ ആ റെഡ് ഷർട്ട്. നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ, വേറെ വിളിക്കണ്ടേ? ആരാ? ഏത് കുട്ടിയാ അത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങൾ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഞങ്ങൾ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ചുവന്ന ഷർട്ട് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ട് കൊടുത്തത്. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. ആ അതെ. ആ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് ക്ഷമിക്കും. അതിന്റെ ഞങ്ങൾ മാറ്റി ഇതുണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് നമ്മുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മുടെ ഒരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി നമ്മുടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? വീട്ടുപേരെന്തോ? എവിടെ? ആ ഓക്കെ, ശരി ഓക്കെ. എവിടെ? ചെരുവിള പുത്തമ്മേട്ടില്. ക്ലബ്ബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ്, പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കും ബന്ധമില്ലെന്ന സാറേ, ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പുക, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല, ക്ഷമ ചോദിക്കുകയാണ് ദേവിയെ. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. വിട്ടുകളാ. നാട്ടുകാർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കാതെ ആരെയും കൊണ്ട് പാടിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ തടയണം. ഈ നാട്ടുകാരെ കൊണ്ട് പാടിപ്പിക്കാൻ നിങ്ങൾ ഫസ്റ്റിൽ തടഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെ കൊണ്ട് പാടിപ്പിക്കത്തില്ല. നിങ്ങൾ തന്നെയാണ്. ഇതിൽ പുള്ളിയുടെ നാട്ടുകാർക്ക് മാത്രമേ പുള്ളി പാടാൻ അനുവദിക്കുള്ളൂ. കാരണം അവിടെ നിൽക്കുന്ന ഓർക്കസ്ട്ര ടീമായാലും അവർ ഒരു കുട്ടിക്ക് പാടാനുള്ളൊരു അവസരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളയിട്ട ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ പാടാൻ പറ്റില്ല, ഇവിടെ ഞങ്ങളെ നാട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഓർക്കസ്ട്ര ടീമിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കി. ഓർക്കസ്ട്ര ടീമല്ല, പാടുന്ന ആൾക്കാരോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പാടുന്ന ആൾക്കാർ പറഞ്ഞു, ഇത് നമ്മളല്ല, ആ ചേട്ടൻ പൈസ എന്ന ചേട്ടനാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പാടാനായിട്ട്. അപ്പോൾ എൻ്റെ നാട്ടിലെ കുട്ടിയല്ല, എനിക്ക് ഈ കുട്ടിയെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളയിട്ട ചേട്ടൻ ഭയങ്കര ഷോ. ഞാൻ എന്തെല്ലാം ആലോചിക്കുന്നത് അറിയോ? നമ്മളൊരു നാട്ടിൽ ഇപ്പോൾ അറിയാമെങ്കിൽ പോലും അറിയില്ലെങ്കിൽ പോലും ഓക്കെ, ഒരു നാട്ടിൽ ഒരാൾ ഒരു പാട്ട് പാടട്ടെ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുക. ഒരു പാട്ടല്ലേ പാടുന്നുള്ളൂ, അവിടെ വേറെ അടിപിടി ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു പാട്ട് പാടിയിട്ടങ്ങ് അവർ പൊക്കോളുമല്ലോ. നമ്മളിങ്ങനെയൊക്കെയല്ലേ കലാകാരന്മാരെയോ അല്ലെ കലാകാരികളൊക്കെ വളർത്തിയെടുക്കേണ്ടത്. നമ്മളൊരു നാട്ടുകാരനല്ല, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ അറിയില്ല. പക്ഷെ പുള്ളിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം. വേറെ ആർക്കും അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നാട്ടുകാരൊക്കെ മിണ്ടാതിരിക്കുക. ഈ പുള്ളി ആ മൈക്കിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ മിണ്ടാണ്ടിരിക്കുക. ഇപ്പം ചില ആൾക്കാരൊക്കെ കമൻറ്റ് കണ്ടിരുന്നു, നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമ്മതിക്കില്ല, ഞങ്ങൾ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ നാട്ടിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇങ്ങനെ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവന്മാരാരും പറയില്ല, ഇങ്ങനെ പറയാണ്ട് മിണ്ടാണ്ടിരിക്കുക. വെള്ളയിട്ട ചേട്ടൻ്റെ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഒരു ചെറുക്കൻ എന്ന ഒരു കിളവൻ
ഊളക്കളവനെ ഞാൻ ജന്മത്ത് കണ്ടിട്ടില്ല. ഒരാൾ പാട്ട് പാടുന്നെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുന്ന വ്യക്തിനെ മോളെ നിന്നെ അറിയത്തില്ല, അതുകൊണ്ട് നീ ഇവിടെ പാടരുത് എന്നൊക്കെ പറയണത് ഭയങ്കര മോശം. ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. അതങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? ഒന്ന് ആലോചിച്ചില്ല. ലാസ്റ്റ് അവസാനം ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയി പുള്ളിനെ. ഇപ്പം എൻ്റെ നാട്ടിലാണെങ്കിൽ വേറെ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊക്കെ ഒരു ചോറുന്ന ആൾക്കാരില്ല. നമുക്ക് അറിയാമല്ലോ, ഒരു സ്റ്റേജിൽ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആര് വന്നാലും ഞാൻ വരെ പാടാൻ വേണ്ടി പോയിട്ടുണ്ട് സ്റ്റേജിൽ പലയിടത്തും. നമ്മൾ പോയിട്ട് ചോദിക്കുക ഒരു പാട്ട് പാടിക്കോട്ടെ. പക്ഷെ ഗാനമേളയുടെ പാടാൻ വേണ്ടി പോയിട്ടില്ല, അല്ലാണ്ട് ഞാൻ പാടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു ഇൻസൾട്ടാണ് അത് ഭയങ്കര ഇൻസൾട്ടാണ്. നമ്മൾ പറയാതെ ഒരാൾ കയറി നിന്ന് പാടുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണം. അത് പാടിയ കുട്ടിക്കും ഇൻസൾട്ടാണ്, ഈ പറഞ്ഞവൻ നാറിക്കും ഇൻസൾട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, അത്ര അവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കല്ലേ. അപ്പോൾ ശരി എന്നാൽ.